ഞാൻ തിരികെ എത്താം. ശ്രീ ടി പി ജയചന്ദ്രൻ, ശ്രീ ടി അസഫ് അലി, 2 ഭൂരിപക്ഷത്തിന്റെ വോട്ടോടെ ഈ പാർലമെന്റിൽ ഇരുസഭകളും പ്രമേയം പാസാക്കിക്കൊണ്ട് ഒരു ഇംപീച്ച്മെന്റ് നടക്കാനുള്ള യാതൊരു സാധ്യതയുമില്ല. പകരം ഇംപീച്ച്മെന്റിലേക്ക് കടക്കുകയാണ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു ഭരണഘടനാ സ്ഥാപനം വിശ്വസിക്കാൻ കൊള്ളുന്നതല്ല എന്നുള്ളൊരു ബോധ്യത്തിലേക്ക് ജനങ്ങളെ കൊണ്ടെത്തുക, അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടാക്കുക, അതിലൊരു രാഷ്ട്രീയ നീക്കമാണ് നടത്തുന്നത്. വെറും ഒരു ഭീഷണി മാത്രമാണ് എന്ന് BJP വിലയിരുത്തുന്നുണ്ട്. ഒരു രാഷ്ട്രീയ പ്രതികാരം മാത്രമായിട്ട് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ഇന്ത്യ സഖ്യവും ഉന്നയിച്ച ആരോപണങ്ങൾ ചെറുതാക്കപ്പെടും. അങ്ങനെ ഒരു നീക്കം അങ്ങനെയൊന്നില്ലേ? ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ ഇംപീച്ച് ചെയ്യുന്നത് ഒരു സുപ്രീം കോടതി ജഡ്ജിയെ സ്ഥാനത്ത് നീക്കുന്നതിന് തുല്യമാണ്. ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ സ്ഥാനത്ത് നീക്കം ചെയ്യണമെങ്കിൽ ഇംപീച്ച്മെൻറ്റ് വഴിയിൽ കൂടിയേ സാധിക്കുകയുള്ളൂ. ഇംപീച്ച്മെൻറ്റിനുള്ള കാരണങ്ങൾ എന്താണ്? ഇംപീച്ച്മെൻറ്റ് ഭൂരിപക്ഷവും ന്യൂനപക്ഷവും നോക്കിയിട്ട് BJP ചിലപ്പം അത് വിജയിച്ചേക്കാം. പക്ഷേ ഇംപീച്ച്മെൻറ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് പാർലമെൻറ്റ് മെമ്പർമാരെ ന്യായാധിപനാക്കിയിട്ടുള്ളൊരു കുറ്റവിചാരണയാണ്. അതുകൊണ്ടാണ് രാമസ്വാമി എന്ന് പറയുന്ന ജഡ്ജിയെ ഇംപീച്ച് ചെയ്യാൻ വേണ്ടിയുള്ള പ്രമേയം പാർലമെൻറ്റിൽ അവതരിപ്പിച്ചപ്പോൾ അന്നത്തെ പ്രധാനമന്ത്രി പറഞ്ഞത് വിപ്പ് കൊടുക്കില്ല. വിപ്പ് കൊടുക്കാമെന്ന് പറഞ്ഞാൽ വിധിന്യായം എഴുതി കൊടുക്കുന്നതിന് തുല്യമാണ്. പാർലമെൻറ്റ് മെമ്പർമാരുടെ സ്വതന്ത്രമായ തീരുമാനത്തിന് വിട്ടിരിക്കുന്നു. അപ്പോൾ ഭൂരിപക്ഷം ന്യൂനപക്ഷമല്ല. ഇംപീച്ച്മെൻറ്റിനുള്ള പ്രധാനപ്പെട്ട 2 കാരണമാണ്. ആ കാരണം ഇവിടെ ഉണ്ടോ എന്ന് നമ്മളൊന്ന് ചർച്ച ചെയ്യുന്നത് രാഷ്ട്രീയപരമായും ഒരു അക്കാഡമിക്കലായും ലീഗലായും വളരെ ഗുണകരമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രൂവൺ ഇൻകപ്പാസിറ്റി, തെളിയിക്കപ്പെട്ട കൊള്ളരുതായ്മ, അല്ലെങ്കിൽ പ്രൂവൺ മിസ്കോണ്ടക്ട്, തെളിയിക്കപ്പെട്ട സ്വഭാവ ദൂഷ്യം, ഈ 2 കാരണമാണ് ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ ഇംപീച്ച് ചെയ്യുവാൻ പരമപ്രധാനമായിട്ടുള്ള കാരണം. നമ്മൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് എന്തെല്ലാം ആരോപണം പറഞ്ഞാലും അദ്ദേഹം കഴിഞ്ഞ ദിവസം പത്രസമ്മേളനം നടത്തുന്നത് വരെ അയാൾ ഇത്ര കൊള്ളരുതാത്ത ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണറാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ വെറുതെ പറയുകയല്ല. അദ്ദേഹം പല ചോദ്യങ്ങൾക്കും ഒഴിഞ്ഞു മാറി. പക്ഷേ അദ്ദേഹം 2-3 ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വന്നു. ആ മറുപടി പരിശോധിച്ചാൽ അദ്ദേഹം തിരഞ്ഞെടുപ്പ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ എന്നല്ല, ചീഫ് ഇലക്ഷൻ കമ്മീഷണറുടെ ആഫീസിലെ ഒരു പ്യൂണായിട്ട് പോലും നിർത്താൻ യോഗ്യനല്ല എന്ന് ഞാൻ പറയും. എന്നെ പറയാനൊന്ന് സമ്മതിക്കണം. നമ്മുടെ നാട്ടിൽ ഒരു 3 തരം വോട്ടാണുള്ളത്. ഒന്ന് ജനറൽ എലക്ടേഴ്സ്, പൊതുവെ വോട്ട് രജിസ്റ്റർ ചെയ്യുന്നവർ. പിന്നൊന്ന് സർവീസ് വോട്ടേഴ്സ്. പിന്നൊന്ന് ഓവർസീസ് വോട്ടേഴ്സ്, വിദേശത്തുള്ള ആളുകൾക്ക് വോട്ട് ചെയ്യാനുള്ള റൈറ്റ്. ഇങ്ങനെ 3-ന് പകരം അദ്ദേഹം പറഞ്ഞൊരു 4ാമത്തെ കാറ്റഗറി ഉണ്ട് എന്ന് കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിൽ പറഞ്ഞു. അതേതാണെന്നറിയുമോ? പത്രക്കാർ ചോദിച്ചു, വീട്ടു നമ്പറിന് പകരം 0 ചേർത്താൽ എന്താ പറയാൻ? അദ്ദേഹം പറഞ്ഞത് ഹോംലെസ് വോട്ടറാണ്, അലഞ്ഞു തിരിയുന്നവർക്ക് വോട്ടവകാശം കൊടുത്തതാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്നുകിൽ അദ്ദേഹം കൊള്ളരുതാത്തവനാണെന്ന് നമ്മൾ സമ്മതിക്കേണ്ടി വരും, അല്ലെങ്കിൽ അദ്ദേഹം ഗുരുതരമായ സ്വഭാവ ദൂഷ്യം, അതായത് കേന്ദ്രത്തിലെ ഭരണകക്ഷി ഒന്ന് വഴങ്ങാൻ പറയുമ്പോൾ അവരുടെ മുമ്പിൽ നിന്ന് എഴയുന്ന ചിത്രമാണ് നമ്മൾ കാണുന്നത്. കാരണം ബീഹാറിലെ വോട്ടർ പട്ടികയിൽ ഈ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ തന്നെ ഒപ്പിട്ട ഉത്തരവിൽ പറയുന്നു, ഒരു വോട്ട് ചേർക്കാൻ വന്നവൻ അവൻ്റെ ID ആയി ആധാർ കാണിച്ചാൽ അത് സ്വീകരിക്കരുത്, അത് പോരാ. അദ്ദേഹത്തിൻ്റെ വോട്ടർ ID, ഇലക്ഷൻ കമ്മീഷൻ തന്നെ കൊടുത്ത വോട്ടർ ID അദ്ദേഹത്തിൻ്റെ തിരിച്ചറിയൽ കാർഡായി കൊടുത്താൽ അത് രജിസ്റ്റർ ചെയ്യാൻ പാടില്ല എന്ന് സുപ്രീം കോടതിയിൽ വരെ സത്യവാങ്മൂലം കൊടുത്ത ചീഫ് ഇലക്ഷൻ കമ്മീഷണർ പറയുന്നു. വീടില്ലാതെ അലഞ്ഞു തിരിയുന്നവർക്ക് വോട്ട് കൊടുത്തതാണ് ഈ 0 നമ്പർ ഭവനം എന്ന് പറഞ്ഞാൽ ഈ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ കൊള്ളരുതാത്തവനാണ് എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും നിഷേധിക്കാൻ പറ്റുമോ? ഹൗ യു ആർ ഗെറ്റിംഗ് എ വോട്ട് രജിസ്റ്റേർഡ്? എങ്ങനെയാണ് നിങ്ങൾ ഒരു വോട്ട് രജിസ്റ്റർ ചെയ്ത് കിട്ടുന്നത്? ഒരാൾക്ക് വോട്ട് രജിസ്റ്റർ ചെയ്ത് കിട്ടണമെങ്കിൽ അദ്ദേഹം ഫോം 6 ഒപ്പിട്ട് കൊടുക്കണം.
ഫോം 6 തന്നെ 1950 ജനപ്രാതിനിധ്യ നിയമം 18, 19, 20 വകുപ്പും കൂടി ഒന്ന് വായിച്ചു നോക്കുന്നത് ചീഫ് ഇലക്ഷൻ കമ്മീഷണർക്ക് അദ്ദേഹത്തിന് അറിയാഞ്ഞിട്ടല്ല, അദ്ദേഹം അത് കാണുമ്പോൾ കണ്ണടക്കുന്നതാണ്. അതിലെന്താ പറയുന്നത്? 18 വയസ്സ് പൂർത്തിയായിരിക്കണം ഒരാൾ വോട്ട് രജിസ്റ്റർ ചെയ്ത് കിട്ടാൻ. പിന്നെ എന്താണ് ക്വാളിഫിക്കേഷൻ? അദ്ദേഹം ഒരു ഓർഡിനറി റെസിഡന്റ് ആയിരിക്കണം, ഒരു സാധാരണ താമസക്കാരനായിരിക്കണം. സാധാരണ താമസക്കാരൻ എന്താണ്? 1950 ജനപ്രാതിനിധ്യ നിയമം 20-ാം വകുപ്പിൽ അത് വ്യാഖ്യാനിച്ച് വിവരിച്ചിരിക്കുക. അതിനെ ചുറ്റിപ്പറ്റി അതിൻ്റെ അടിസ്ഥാനത്തിൽ നിരവധി സുപ്രീം കോടതിയുടെ വിധിന്യായങ്ങളുണ്ട്. നിങ്ങളൊരു നിയോജക മണ്ഡലത്തിൽ വോട്ട് ചേർക്കാൻ ഉദ്ദേശിക്കുന്ന നിയോജക മണ്ഡലത്തിൽ നിങ്ങൾക്കൊരു വീടുണ്ട്. ആ വീടുള്ളതിൻ്റെ പേരിൽ മാത്രം, സ്വന്തമായി വീടുള്ളതിൻ്റെ പേരിൽ മാത്രം നിങ്ങൾക്ക് വോട്ട് രജിസ്റ്റർ ചെയ്ത് കിട്ടില്ല. നിങ്ങൾക്കൊരു വീടുള്ളൂ എന്ന ഒരൊറ്റ കാരണത്താൽ നിങ്ങളിവിടെ താമസക്കാരനാണ് എന്ന നിഗമനത്തിൽ എത്താൻ പറ്റില്ല. അങ്ങനെ 6 മാസം താമസിക്കുന്ന എല്ലാവർക്കും വോട്ട് രജിസ്റ്റർ ചെയ്ത് കിട്ടുമോ? ഇല്ല. നിങ്ങളൊരു ആശുപത്രിയിൽ 6 or 7 മാസം സ്ഥിരമായി ചികിത്സയിലാണെങ്കിൽ ആ ആശുപത്രിയിൽ നിൽക്കുന്ന നിയോജക മണ്ഡലത്തിൽ അദ്ദേഹത്തിന് വോട്ട് രജിസ്റ്റർ ചെയ്ത് കിട്ടുമോ? 20-ാം വകുപ്പ് പറയുന്നു പറ്റില്ല. നിങ്ങൾ ഒരു ജയിലിൽ ജീവപര്യന്തം തടവ് ശിക്ഷിക്കുന്നു, കണ്ണൂർ സെൻട്രൽ ജയിലിൽ. ആ തടവുകാരെല്ലാം അവിടെ ജീവിതകാലം മുഴുവനും അവിടെ താമസമാണ്. നിങ്ങൾക്ക് ആ നിയോജക മണ്ഡലത്തിൽ വോട്ട് രജിസ്റ്റർ ചെയ്ത് കിട്ടില്ല. പക്ഷേ നിങ്ങൾ കുറഞ്ഞ സമയം അവിടുന്ന് മാറി താമസിക്കുന്നു. ബഹുമാനപ്പെട്ട കെ കരുണാകരൻ അദ്ദേഹം മുഖ്യമന്ത്രിയായി, MLA ആയി തിരുവനന്തപുരത്ത് താമസം മാറ്റിയപ്പോൾ അദ്ദേഹത്തിനെതിരെ പരാതി കൊടുത്തു. അദ്ദേഹം മാളയിൽ താമസമില്ല. 20-ാം വകുപ്പ് പറയുന്നു MLA മാരും MP മാരും സ്വന്തം വീട്ടിന്റെ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് MLA MP എന്ന നിലയിൽ 6 മാസം കുറച്ച് വിട്ടു താമസിച്ചാലും നിങ്ങൾ ഓർഡിനറി റെസിഡന്റ് തന്നെയാണ്. അപ്പൊ വോട്ട് രജിസ്റ്റർ ചെയ്ത് കിട്ടാനുള്ള ഏറ്റവും വലിയ നിയമപരമായ ഒരാവശ്യകത 18 വയസ്സായിരിക്കണം. നിങ്ങളിവിടെ 6 മാസം താമസിച്ചിരിക്കണം. ചീഫ് ഇലക്ഷൻ കമ്മീഷണറോട് ഒരു സാധാരണക്കാരനായ ഞങ്ങൾ ചോദിക്കുന്നു, ഈ വീടില്ലാത്തവന് വോട്ട് രജിസ്റ്റർ ചെയ്ത് കൊടുക്കാൻ ഏത് ജനപ്രാതിനിധ്യ നിയമമാണ് നിങ്ങൾ പഠിച്ചത്, നിങ്ങൾ പിന്തുടരുന്നത്? ബീഹാറിൽ ഒരു നിയമം, അത് BJP-ക്കാർക്കൊരു നിയമം, കോൺഗ്രസ്സുകാർക്ക് വേറെ നിയമം, പാർട്ടി ഇല്ലാത്തവർക്ക് വേറെ നിയമം. അതാണോ? അവിടെ ആധാരം കൊണ്ട് ആൾ ക്യൂ നിൽക്കുന്നു. നോട്ട് ബി ആക്സെപ്റ്റഡ്. സുപ്രീം കോടതി പറഞ്ഞത് ആധാർ സ്വീകരിക്കണം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ കൊടുത്ത ഐഡന്റിറ്റി കാർഡ് പറ്റില്ലെന്ന് പറഞ്ഞു. അങ്ങനെ നിയമാനുസൃതമായ ID സ്വീകരിക്കാതെ 65 ലക്ഷം വോട്ടർമാരെ വോട്ടർ പട്ടികയിൽ നിന്ന് ഈ ഇന്റൻസീവ് റിവിഷനിൽ നിന്ന് നീക്കിയതിന്റെ മറുപടി നാളെ സുപ്രീം കോടതിയിൽ അവർ വിശദീകരിക്കണം. അപ്പൊ ഇത് രണ്ടിലൊരു കാരണമല്ലേ എന്നതാണ് നമ്മുടെ ചർച്ച. ഇത് കൊള്ളരുതായ്മയുടെയും കഴിവില്ലായ്മയുടെയും സ്വഭാവ ദൂഷ്യത്തിന്റെയും. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത് അങ്ങനെ പരമാധികാരിയൊന്നുമല്ല. ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഭരണഘടന നൽകിയിരിക്കുന്ന അധികാരം എന്ന് പറയുന്നത് പാർലമെന്റ് പാസാക്കിയ നിയമത്തിലും ചട്ടങ്ങളിലും ഇല്ലാത്ത ഒരു സപ്ലിമെന്ററി പവേഴ്സ് മാത്രമാണ്. അത് തെളിയിക്കപ്പെട്ടതല്ലേ പരവൂറിലെ തെരഞ്ഞെടുപ്പിൽ. അന്ന് ശേഷൻ വോട്ടിംഗ് മെഷീൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു. വോട്ടിംഗ് മെഷീൻ അങ്ങനെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാത്രം വിചാരിച്ചാൽ പറ്റില്ല എന്ന് സുപ്രീം കോടതി AC ജോസ് കൊടുത്ത കേസിൽ പറഞ്ഞില്ലേ വളരെ വ്യക്തമായി. AC ജോസ് വേഴ്സസ് ശിവൻപിള്ള എന്ന് പറഞ്ഞ കേസ് പരിശോധിച്ചാൽ 84 സുപ്രീം കോടതി വിധി പറഞ്ഞു, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അധികാരം എന്ന് പറയുന്നത് പാർലമെന്റിന് പാസാക്കുന്ന നിയമങ്ങളുടെയും ചട്ടങ്ങളിലും ഇല്ലാത്ത കാര്യങ്ങൾക്കുള്ള ഒരു സപ്ലിമെന്ററി പവേഴ്സ് തീർച്ചയായിട്ടും ശ്രീ T. ആസിഫ് അലി, ഞാൻ തിരികെ എത്താം.